الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ച വിഷയം പരിശുദ്ധ ഖുർആനിൽ അതിശക്തമായ ശിക്ഷ നൽകപ്പെടുന്ന വയില് ഉണ്ട് എന്ന് പറയപ്പെട്ട ചില ആളുകളെ സംബന്ധിച്ചാണ്. വയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് എന്നതാണ്. വ്യത്യസ്ത ആളുകൾക്ക് ഈ ശിക്ഷ നൽകപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ തന്നെ മനുഷ്യർക്ക് താങ്ങാൻ സാധിക്കാത്ത വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ശിക്ഷയാണ്. ഹദീസുകളിൽ ഇത് കാണാം. ഇന്ന അദ്നാ അഹ്ലിന്നാരി അദാബൻ യൗമൽ ഖിയാമ യൻതഅലു ബിൻ അലൈഹി. ഖിയാമത്ത് നാളിൽ നരകത്തിന്റെ ആളുകളിൽ ഏറ്റവും ചെറിയ അതിനയായ ഏറ്റവും ഇങ്ങേയറ്റത്തെ വളരെ നിസ്സാരമായ ശിക്ഷ നൽകപ്പെടുന്ന ആളുകളുടെ പ്രത്യേകത, അതിന്റെ ശൈലി, രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറയുന്നത്. യൻതഅലു ബിൻ അലൈഹി, രണ്ട് ചെരുപ്പുകൾ അവർ ധരിക്കും. മിന്നാരിൻ, തീയിനാലുള്ളതാണത്. യഗ്ലി ദിമാഗുഹു മിൻ ഹറാറത്തിൻ അലൈഹി, അവന്റെ ആ രണ്ട് ചെരുപ്പിന്റെ ചൂടിനാൽ അവന്റെ മസ്തിഷ്കം തിളച്ചുമറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ശിക്ഷ തന്നെ വളരെ കാഠിന്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണോ മാർഗങ്ങൾ അത് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. അതിൽ പ്രഥമമായി നാം എണ്ണിയത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, കുഫ്ർ ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ദുൽമ് ചെയ്യുന്ന, അതിക്രമങ്ങൾ കാണിക്കുന്ന ആളുകൾ. ഈ മൂന്ന് വിഭാഗത്തെയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞത്. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം വയിലുള്ള മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. മൂന്നാമതൊരു വിഭാഗത്തെ പറയുകയാണ്. ഇതും വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഷിർക്കിനോളം കുഫറിനോളം ചേർന്ന് നിൽക്കുന്ന വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ചില ഉലമാക്കൾ അതിന്റെ ഗൗരവത്തെ ഷിർക്കിനേക്കാളും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്.
എന്താണത്? ചില ആളുകൾ അവർ പരിശുദ്ധ ഗ്രന്ഥങ്ങളെ, അള്ളാഹുവിന്റെ ആയാത്തുകളെ അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കുന്നു. എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന് പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ലിയഷ്തറൂ ബിഹി സമനം ഖലീല, വളരെ നിസ്സാരമായ തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സബൂൻ. അവരുടെ കരങ്ങൾ എഴുതി ഉണ്ടാക്കിയ ഇക്കാരണത്താലും അവരത് മുഖേന സമ്പാദിച്ചിരിക്കുന്ന കാരണങ്ങളാലുമെല്ലാം അവർക്ക് വൈലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി ചില കാര്യങ്ങൾ, എന്നിട്ട് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ജൂത നസ്വാറാക്കളെ സംബന്ധിച്ച് പ്രാഥമികമായി ഇറക്കപ്പെട്ടതാണ് എങ്കിലും ഈ ഉമ്മത്തിനും അത് ബാധകമാണ്. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, വഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബ് ലിതഹ്സബൂഹു മിനൽ കിതാബ്. അവരിൽ ചില ആളുകളുണ്ട്, അവർ പരിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റി തഗ്യീർ ചെയ്യും, വ്യത്യാസം വരുത്തും അവരുടെ നാവുകൾ കൊണ്ട്. അവരതിനെ വ്യത്യാസപ്പെടുത്തും. എന്തിനാണ്? നിങ്ങൾ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവർ ചില മാറ്റത്തിരുത്തലുകൾ വരുത്തും. വമാ ഹുവ മിനൽ കിതാബ്, യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിങ്കൽ നിന്നുള്ള പരിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതായിരിക്കില്ല. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാ, എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. വമാ ഹുവ മിൻ ഇൻദില്ലാ, അതാകട്ടെ അള്ളാഹുവിങ്കൽ നിന്നുള്ളതല്ല. വയഖൂലൂന അലല്ലാഹി അൽ കദിബ് വഹും യഅലമൂൻ, അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനെതിരിൽ അവർ വ്യാജം, കളവ് പറയുകയാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹങ്ങളിൽ അവരിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥങ്ങളെ, തൗറാത്തിനെയും ഇഞ്ചീലിനെയുമെല്ലാം അവർ പല രീതികളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും, ചിലപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ വെട്ടിമാറ്റുകയുണ്ടാകും, ചിലതിനെ സന്ദർഭത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതിന്റെ ആശയത്തിൽ മാറ്റം വരുത്തുന്ന രീതിയുണ്ട്. പല രീതികളിൽ അവർ അതിനെ തഹരീഫ് ചെയ്തിട്ടുണ്ട്, അതിന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ കുറവ് വരുത്തുകയോ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ, അദ്ദിക്റിനെ, ഖുർആനിനെ നാം അവതരിപ്പിക്കുകയും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, ഖുർആനിനെ, സുന്നത്തിനെ അതിന്റെ അർത്ഥതലങ്ങളിൽ മാറ്റം വരുത്തുകയും സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുകയും ചെയ്യുന്ന പല രീതികളിലുള്ള പ്രവണതകൾ ഈ ഉമ്മത്തിലുമുണ്ട്. അവർക്കെല്ലാം തന്നെ മേൽ സൂചിപ്പിച്ച ആയത്ത് ബാധകമാണ് എന്നുള്ളതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇപ്രകാരം പറഞ്ഞത് കാണാം, ഫി ഹാദിഹിൽ ആയത്തി വല്ലത്തി ഖബ്ലഹാ അത്തഹ്ദീർ. ഇതിലും ഇതിനു മുമ്പുള്ള ആയത്തിലും ശക്തമായ അള്ളാഹുവിന്റെ താക്കീതുണ്ട്. എന്തിനെ സംബന്ധിച്ച്? മിന തബ്ദീലി വത്തഗ്യീരി വസ്സിയാദത്തി ഫി ശർഅ, അള്ളാഹുവിന്റെ ശരീഅത്തിൽ മാറ്റങ്ങൾ വരുത്തുക, അതിൽ ഏതെങ്കിലും രീതിയിലുള്ള കൈക്രിയകൾ നടത്തുക, അതിൽ കൂട്ടിച്ചേർക്കുക, ഇങ്ങനെ ചെയ്യുന്നതിന് ശക്തമായ താക്കീത് ഈ ആയത്തിലുണ്ട്. ഫകുല്ലു മൻ ബദ്ദല വഗയ്യറ വബ്തദഅ ഫീ ദീനില്ലാ, അള്ളാഹുവിന്റെ ദീനിൽ തബ്ദീൽ നടത്തുന്ന, മാറ്റത്തിരുത്തലുകൾ നടത്തുന്ന, അതിൽ വ്യത്യാസങ്ങൾ വരുത്തുന്ന, അതിൽ പുതിയ പുതിയ ആചാരങ്ങളും ആഘോഷങ്ങളും ബിദ്അത്തുകളും കൊണ്ടുവരുന്ന ആളുകൾക്ക് മാ ലൈസ മിൻഹു, അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടവകളല്ല, വലാ യജൂസു ഫീ, അനുവദനീയമല്ല, അങ്ങനെയുള്ളതായ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഓരോ ആളുകളും ഫഹുവ ദാഖിലുൻ തഹ്ത ഹാദൽ വഈദി ശദീദി വൽ അദാബിൽ അലീം, ഈ കഠിനമായ താക്കീദിന്, വേദനയേറിയ ഈ ശിക്ഷക്ക് അതിന്റെ പരിധിയിൽ ഇവരും പെടും എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കേവലം ജൂതന്മാരെ സംബന്ധിച്ച്, നസ്വാറാക്കളെ സംബന്ധിച്ച് അവർ അവരുടെ
ഗ്രന്ഥങ്ങളെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാധീനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന, അതിലേക്ക് ബിദ്അത്തുകൾ ചേർക്കുന്ന സകല ആളുകൾക്കും ഈ ആയത്ത് ബാധകമാണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ ശിർക്കിനെയും ബിദ്അത്ത്, അതേപോലെ തന്നെ കുഫറിനെയും ദുൽമിനെയും എല്ലാം എണ്ണിയതുപോലെ തന്നെ വളരെ വ്യാപകമായി ഈ പ്രവണതയും എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ കാണാൻ സാധിക്കും. ജൂതനസാറാക്കളും ചെയ്തിരിക്കുന്ന ഒരു രീതി, അവരുടെ തഹരീഫ് ഇതേപോലെയാണ്. അവർ ഒന്നുകിൽ കൂട്ടും തൗറാത്തിൽ, ഇഞ്ചീലിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കും, അതല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾക്ക് വ്യത്യാസം വരുത്തും, സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി എഴുതും. ഈ സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി അതിന്റെ തെറ്റായ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലുള്ളതായ പ്രശ്നം. ഖുർആൻ പറയുന്നുണ്ട്, ജൂതന്മാരും അങ്ങനെ ചെയ്യുമായിരുന്നു. മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ, ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ പരിശുദ്ധ ഗ്രന്ഥങ്ങളിലുള്ള ആയാത്തുകൾ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കും. എന്നിട്ട് എന്താണോ അതിന്റെ യഥാർത്ഥ വിവക്ഷ അതിനെതിരായി കൊണ്ടെന്ത് ചെയ്യും, അവരതിനെ പറയുമായിരുന്നു. ഇത് നമ്മുടെ സമൂഹത്തിലും കാണാം. അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഏത് വിഭാഗങ്ങളും അവരുടെ പിടിച്ചു നിൽപ്പ്, അവരുടെ യഥാർത്ഥത്തിലുള്ളതായ അവരുടെ അവലംബം ഇതാണ്. പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും എന്ത് ചെയ്യുക, ശരിയായ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക. ചില ഉദാഹരണങ്ങൾ പരിശോധിച്ചു നോക്കാം. നമ്മുടെ നാടുകളിൽ വളരെ ബഹുദൂരം വ്യതിചലിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലാഹുവല്ലാത്ത, അള്ളാഹുവിന് പുറമെ അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട്, മരണപ്പെട്ടിരിക്കുന്ന ആളുകളോട് അവരോട് പ്രാർത്ഥിക്കാം, അവരോട് ഇസ്തിഗാസകൾ നടത്താം എന്ന് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് തെളിവെന്താണ്? അവനതിന് തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് അവതരിപ്പിക്കുക. എന്തിനാണോ പരിശുദ്ധ ഖുർആൻ, നമുക്കറിയാം നമ്മുടെ നാട്ടുകളിലുള്ള ഇസ്ലാമിന് പുറത്തുള്ളതായ ആളുകൾ, ഹൈന്ദവരോ ക്രൈസ്തവരോ, അവരോട് ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അവരെന്തു പറയും? അവർ പറയും, ഇവർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, മറ്റ് ആരാധ്യരൊന്നും ഇവർക്കില്ല. ഇത് വളരെ വ്യാപകമായി അറിയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ഈ പ്രത്യേകതയിൽ നിന്ന് വരെയും വ്യതിചലിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ, അവരോട് ഇസ്തിഗാസ എന്ന് പേരിട്ട്, അല്ലെങ്കിൽ ഇസ്തിആനത്ത് എന്ന്, ശുപാർശ എന്നുമെല്ലാം പേരിട്ടുകൊണ്ട് മക്കാ മുശ്രിക്കീങ്ങൾ എങ്ങനെയാണോ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ച അതേ രീതിയിൽ തന്നെ ഇബാദത്തുകൾ അർപ്പിക്കുക, എന്നിട്ട് പല പല ന്യായങ്ങൾ പറയുക, എന്നിട്ട് അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് പറയും. ഉദാഹരണം കാണാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു വല്ലദീന ആമനു അല്ലദീന യുഖീമുന അസ്സലാ വയുഅ്തൂന അസ്സകാ വഹും റാകിഊൻ എന്ന് പറയുന്ന ആയത്ത്. മുനാഫിഖീങ്ങളായ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ജൂത നസാറാക്കളുമായി കൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുമായി കൊണ്ട് കൂട്ടുകൂടാൻ പോയി. അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ കണ്ടപ്പോൾ അള്ളാഹു അതിന് വിലക്കി. ഇല്ല, അവരുമായി നിങ്ങൾ സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞു. ആ സന്ദർഭം വിവരിച്ചു വരുന്നതിനിടയിലാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾ ആയിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടേണ്ടത്, ആരായിരിക്കണം നിങ്ങളുടെ വലിയകൾ, നിങ്ങൾ ആരുമായിട്ടാണ് സഖ്യത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് അള്ളാഹു പറയാണ്. എന്താണ് പറയുന്നത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമുന അസ്സലാ, നിങ്ങളുടെ വലിയകൾ, നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ, നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന, റുകൂഉകൾ അർപ്പിക്കുന്ന മുഅ്മിനീങ്ങളുമാണ് എന്ന് അതിനുശേഷമാണ് ഇത് പറയുന്നത്. പക്ഷെ ഈ ആയത്തിനെ അവിടുന്ന് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അവർ പറയും, കണ്ടോ, അള്ളാഹുവും റസൂലും മുഅ്മിനീങ്ങളും നിങ്ങളുടെ വലിയാണ്, അതായത് നിങ്ങളെ സഹായിക്കുന്നവരാണ്, അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് ഇസ്തിഗാസകൾ നടത്താം, അവരോട് നിങ്ങൾക്ക് ദുആകൾ ചെയ്യാം, അത് കുഴപ്പമില്ല എന്ന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് തെളിവായി എവിടെ നിന്ന് ആയത്ത് വരുന്നു? ഖുർആനിൽ നിന്ന് ആയത്ത് വരുന്നു. നഊദു ബില്ലാഹ്. വീണ്ടും കാണാം,
അവർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറക്കി. സാധാരണ രീതിയിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമായിരുന്നു, റാഇനാ യാ റസൂലല്ലാഹ്, ഞങ്ങളിലേക്കൊന്ന് താങ്കളുടെ ചെവി തരൂ, ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ എന്ന് പറയാൻ സാധാരണ രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് റാഇനാ യാ റസൂലല്ലാഹ്, ഞങ്ങളൊന്ന് കേൾക്ക് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ റാഇന എന്നുള്ള പ്രയോഗം ജൂതന്മാരുടെ അടുക്കൽ വളരെ മോശപ്പെട്ട ഒരു പ്രയോഗമാണ്, വളരെ വൃത്തിഹീനമായ ഒരു പ്രയോഗമാണ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ പരിഹസിക്കാൻ വേണ്ടിയിട്ട്, കളിയാക്കാൻ വേണ്ടിയിട്ട്, അപഹസിക്കാൻ അവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് വിളിക്കാൻ തുടങ്ങി. റാഇന യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കും, ചിരിക്കും. അപ്പൊ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇന, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ റാഇന എന്നിനി പറയേണ്ടതില്ല. വഖൂലു ഉൻദുർന, നബിയെ ഞങ്ങളിലേക്കൊന്ന് നോക്ക്, ഞങ്ങളുടെ വാക്കുകൾ കേൾക്ക്. അപ്പൊ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഉൻദുർന എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. വസ്മഉ, നിങ്ങൾ ശ്രവിച്ച് മനസ്സിലാക്കണം. വലിൽ കാഫിരീന അദാബുൻ അലീം, കുഫാറുകൾക്ക് ശക്തമായ ശിക്ഷയുമുണ്ട് എന്ന് ഈ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുന്നത്. നമ്മുടെ നാടുകളിൽ മേൽ സൂചിപ്പിച്ചിരിക്കുന്നതായ ആളുകൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഒരു തെളിവായിട്ട് കൊണ്ടുവരുന്ന ആയത്താണിത്. അതിന്റെ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെഴുതുക, എന്നിട്ട് പറയാം ഉൻദുർന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ സഹായിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഇസ്തിഗാസ നടത്തുകയാണ്. അപ്പൊ ഈ രീതിയിൽ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് അതിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുക, ഇതും മേൽ സൂചിപ്പിച്ച കഠിനമായ ശിക്ഷയ്ക്ക് ഇടയാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എത്രത്തോളം എന്നാൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വേള ഈ രീതിയിൽ ഖുർആനിനെയും സുന്നത്തിനെയും ശരിയാവിധമല്ലാതെ സംസാരിക്കുക എന്നുള്ളത് ശിർക്കിനേക്കാളും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ. ഖുർആനിന്റെ ഒരു ശൈലി ചില സമയത്ത് ഏറ്റവും ഗുരുതരമായ കാര്യം ആദ്യം പറയും, അതിനുശേഷം അതിന് താഴെയുള്ളത്. ഇതാണ് ഒരു ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ ഇത് കാണാം. ചിലപ്പോൾ ഏറ്റവും നിസ്സാരമായതിനെ ആദ്യം പറയും, എന്നിട്ട് അതിനേക്കാൾ ഗൗരവമുള്ളതിനെ പറയും, എന്നിട്ട് അതിനേക്കാൾ ഗൗരവമുള്ളതിനെ പറയും. ഈ രീതിയും സ്വീകരിക്കും. ഇവിടെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത് നിസ്സാരമായതിനെ ആദ്യം പറയുന്നു, എന്നിട്ട് അതിനേക്കാൾ ഗൗരവമുള്ളതിനെ പറയുന്നു, അതിനേക്കാൾ ഗൗരവമുള്ളതിനെ പറയുന്നു. ഈ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രീതി അനുസരിച്ച് ഇവിടെ അള്ളാഹു പറയുകയാണ്, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീചകൃത്യങ്ങളെ, വൻപാപങ്ങളെ അതിന് നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അല്ലാഹു. അത് പ്രകടമായതാകട്ടെ പരോക്ഷമായതാകട്ടെ, അത് സിന പോലുള്ളതായ പാപങ്ങളെയാണ് ആദ്യം ഉദ്ദേശിച്ചത്, വൻപാപങ്ങളാണ് ഉദ്ദേശിച്ചത്. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അതിനേക്കാൾ ഗുരുതരമാണ് നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ മറ്റൊരാൾക്ക് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെങ്കിൽ, അനർഹമായി കൊണ്ട് മറ്റുള്ളവരുടെ മേൽ അതിക്രമം നടത്തുക എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ളതിനെ പറഞ്ഞു. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, യാതൊരു തെളിവും ഇറക്കപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് അതിനേക്കാൾ ഗുരുതരമായതാണ്. അത് വീണ്ടും പറഞ്ഞു. എന്നിട്ട് അവസാനം പറയുകയാണ്, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങൾ സംസാരിക്കുക. യഥാർത്ഥത്തിലുള്ളതായ ഇൽമിന് വിരുദ്ധമായി കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെതിരെ സംസാരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക, ദീനിൽ സംസാരിക്കുക. ഇതിന് ഏറ്റവും ഗുരുതരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, ദീനിൽ ഇങ്ങനെ കൈകടത്തലുകൾ നടത്തൽ, അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക എന്നുള്ളത്, ഇത് ശിർക്കിനേക്കാൾ ഗുരുതരമാകും. കാരണം ഒരാൾ ശിർക്ക് ചെയ്താൽ ഒരുപക്ഷെ അത് അവനിൽ മാത്രം കേന്ദ്രീകരിക്കും, അവനിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ ഒരാൾ അള്ളാഹുവിനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് തെറ്റായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ കടന്നു ചെല്ലുകയാണ്. അതുകൊണ്ട് അത് വളരെ ഗുരുതരമായതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ, ഒരാളെക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അവനാണ് സകല അക്രമികളെക്കാൾ വലിയ അക്രമി.
ഔ കദ്ദബ ബിആയാതി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വ്യാജം നിർമ്മിച്ചുണ്ടാക്കുന്നവർ. ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ, അങ്ങനെയുള്ള അക്രമകാരികൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, അവർ വിജയിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആനിനെയും ആയത്തിനെയും ഹദീസുകളെയും നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. ധാരാളം ആളുകളുണ്ട്, അവർ പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കും. അത് യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ പറയുന്നത്, സുന്നത്ത് പറയുന്നത്, അതിനെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എങ്ങനെയാണ് ശരിയായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിജ്ഞാനം ഉണ്ടാവുകയില്ല. പലപ്പോഴും കുഫറിലേക്ക് വരെയും എത്താൻ, കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളെ സംബന്ധിച്ച് പരിഹാസങ്ങൾ വരെയും വരുന്നു. സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യാപകമായിക്കൊണ്ട് അത് ഇസ്ലാമികമല്ല എന്ന് വരെയും പറയുന്ന ആളുകളുണ്ട്. എത്രയോ വ്യാപകമായി നടക്കുന്നുണ്ട് ആളുകൾ. ചില ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന വേഷം ധരിച്ച ചില ആളുകൾ വരെയും ഇസ്ലാമിലില്ലാത്ത കാര്യമാണ് സ്ത്രീകൾ മുഖം മറയ്ക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. എത്ര ഗുരുതരമായ കാര്യമാണ്. അള്ളാഹു അവന്റെ ഖുർആനിൽ അവതരിപ്പിച്ച, സുന്നത്തിൽ അവതരിപ്പിച്ച ഒരു കാര്യം അത് ഇല്ല എന്ന് പറയണമെങ്കിൽ എത്ര ഗുരുതരമായ കാര്യമാണ്. എന്നിട്ട് അതിന്റെ പേരിൽ പരിഹാസം ചൊരിയുക. ദീൻ അള്ളാഹു ഇറക്കിയിരിക്കുന്ന ഏതൊരു നിയമമാകട്ടെ അതിനെ പരിഹസിക്കുക എന്നുള്ളത്, കളിയാക്കുക എന്നുള്ളത്, തെറ്റായി വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഇത് വളരെ ഗുരുതരമായിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും തെറ്റായി വ്യാഖ്യാനിക്കുക എന്നുള്ളത് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ അവർ ഗ്രന്ഥങ്ങളെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടതുപോലെ ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ കൂട്ടിച്ചേർക്കലുകളും അതേപോലെ തന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും സാധ്യമല്ല. അതിനെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ തെറ്റായ വ്യാഖ്യാനങ്ങൾ ധാരാളം സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടുക? എങ്ങനെയാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ അതിനെ മനസ്സിലാക്കിയോ അതേപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് കേവലം ചില അക്ഷരങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അതിന്റെ ഹുറൂഫുകൾ, അക്ഷരങ്ങൾ ഇറക്കി കൊടുത്തതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഒരു ആശയവും അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ ആശയവും അക്ഷരങ്ങളും എല്ലാം കൂടുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ആളുകൾ ഈ അക്ഷരങ്ങൾ എടുത്തു വയ്ക്കുന്നു, എന്നിട്ട് അതിന്റെ വ്യാഖ്യാനമായി അവരുടെ ഹവ, അവരുടെ ഇച്ഛ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ പ്രഖ്യാപിക്കുന്നു. ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ആളുകൾ പറയും ഖുർആനും സുന്നത്തുമാണ് ആധാരം, അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. ഒരു രീതിയിൽ അത് ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക? ഖുർആനിലെ ആയാത്തുകൾ എടുത്തുകൊണ്ട് അതിന് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കലാണോ? ഒരിക്കലുമല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വമാ അൻസൽനാ അലൈക്കൽ കിതാബ, താങ്കളുടെ മേൽ നാം പരിശുദ്ധ ഗ്രന്ഥത്തെ ഇറക്കിയിട്ടില്ല. എന്തിനല്ലാതെ ഇല്ലാ ലിതുബയ്യിന ലഹും അല്ലദി ഇഖ്തലഫൂ ഫീ, അവർ എതിരഭിപ്രായങ്ങളായിരിക്കുന്ന കാര്യത്തിൽ താങ്കൾ അവർക്ക് വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പോ പരിശുദ്ധ ഖുർആൻ താങ്കളുടെ മേൽ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതിനെ താങ്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബയാൻ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലുള്ള ആ അക്ഷരങ്ങളെ, ആ ഹുറൂഫുകളെ, ആ ആയാത്തുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് ഹുദയായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ടാണ് നാം ആ ഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ ഇന്നി ഊതിതുൽ ഖുർആന വമിസ്ലുഹു മഅ, നിങ്ങൾ അറിയണം എനിക്ക് ഖുർആനിനെ പോലെ തന്നെ മറ്റൊന്നും വഹ്യായി നൽകപ്പെട്ടിട്ടുണ്ട്.
അത് പരിശുദ്ധ ഹദീസാണ്. ഖുർആനിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരായത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വേഗതയിൽ നാവിട്ടടിച്ചുകൊണ്ട് അതിനെ ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ അള്ളാഹു പറയുകയാണ്, താങ്കൾ അങ്ങനെ കഠിനമായി പ്രയാസപ്പെടേണ്ടതില്ല. താങ്കൾക്ക് ഓതി തരുന്നതിന് താങ്കൾ വളരെ സാവധാനം എന്ത് ചെയ്തുകൊള്ളുക, അത് വായിക്കുക, പാരായണം ചെയ്തുകൊള്ളുക, പിന്തുടർന്നുകൊള്ളുക. അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത്, അതിനെ സൂക്ഷിച്ച് ഹിഫ്ള് ചെയ്ത് തരിക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പറയുകയാണ്. സുമ്മ ഇന്ന അലൈനാ ബയാന, എന്നിട്ട് അതിന് നാം താങ്കൾക്ക് വിശദീകരിച്ച് നൽകും. താങ്കൾക്ക് ഇറക്കപ്പെടുന്ന ഈ ആയാത്തുകൾ നാം താങ്കൾക്ക് വിശദീകരിച്ച് നൽകുക തന്നെ ചെയ്യും. അത് നമ്മുടെ ബാധ്യതയാണ് എന്നത് പറയാണ്. അപ്പം ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വിശദീകരണത്തിലേക്ക് നോക്കാതെ ആർക്കാണ് ഇത് വിശദീകരിച്ചു കൊടുത്തത്? സ്വഹാബികൾക്കാണ്. അവർക്കാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക. ഏത് സന്ദർഭത്തിലാണത് പറഞ്ഞത്, ഏത് സാഹചര്യത്തിലാണ്? അപ്പോ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ ഉമ്മത്തിലെ നല്ലവരായ സലഫു സ്വാലിഹീങ്ങൾ, സഹാബികളും താബിഉകളും താബിഉ താബിഈങ്ങളും അടങ്ങുന്ന നല്ലവരായ സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് അതിന്റെ ശരിയായ ഫഹ്മ്, ശരിയായ മനസ്സിലാക്കൽ. നേരെ മറിച്ച് ഖുർആൻ എടുക്കുന്നു, ആയത്തുകൾ എടുക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും തത്വചിന്തകന്മാരോ പിൽക്കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഫിലോസഫേഴ്സോ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം, അങ്ങോട്ടല്ല പോകേണ്ടത്. അഹ്ലുസുന്ന പോകേണ്ടത് എന്താണോ അതിനെക്കുറിച്ച് സ്വഹാബികൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് ആയത്തുകൾ സൂചിപ്പിച്ചിരുന്നു. ആ ആയാത്തുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചതാണോ? സഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നോക്കുക, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സനദുകളടക്കം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിന്റെ അഖീദയും വിശ്വാസവുമെല്ലാം അതിന്റെ ആശയങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം സനദുകൾ അടക്കം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ ചില ഉലമാ, ഇമാം ബർബഹാരി റഹ്മഹുള്ളയെ പോലുള്ളവർ പറയുമായിരുന്നു, എഴുതി വെക്കപ്പെടാത്ത ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു, സൂഫികൾ. അവർ പറയും, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന അറിവുകളല്ല ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ ഗ്രന്ഥത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടുകയില്ല. ഞങ്ങൾ ഷഫവിയായി വാചികമായി ഞങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്ന് ഇങ്ങനെ കിട്ടി വരുന്ന ഇൽമാണിത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർ വ്യാജന്മാരാണ്. ഇമാം ബർബഹാരി റഹ്മഹുള്ള പറയാൻ, അങ്ങനെ ഒരു ഇൽമ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ളാല്ലും മുദല്ലുമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ദീൻ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്, സനദടക്കം. പരിശുദ്ധ ഖുർആനാകട്ടെ തിരുസുന്നത്താകട്ടെ അതിലുള്ള അഖീദയാകട്ടെ ഇതെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായി തന്നെ. അതിൽ നിന്ന് വ്യാജമായി ഇതിനെ വേർതിരിക്കപ്പെടുന്ന രീതിയിൽ, സ്വഹീഹായത് തിരിച്ചറിയപ്പെടാൻ പറ്റുന്ന രീതിയിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവരുടെ കരങ്ങൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാരണത്താൽ, അവർ അത് മുഖേന സമ്പാദിച്ചിരിക്കുന്ന കാരണത്താലും അവർക്ക് വൈലുണ്ട് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, അവര് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നേതൃമോഹത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഖുർആനിനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനിക്കുന്നത്. അവർ അവരുടെ ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് ആളുകളെ അവരുടെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ കക്കുന്നതിനേക്കാൾ, മോഷ്ടിക്കുന്നതിനേക്കാൾ, കൊള്ളയടിക്കുന്നതിനേക്കാൾ, അങ്ങനെ പണമുണ്ടാക്കുന്നതിനേക്കാൾ നികൃഷ്ടമാണ് ഈ രീതി. അള്ളാഹുവിന്റെ കലാമിനെ ഉപയോഗിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങളെ ഉപയോഗിച്ച് ദീനിനെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ട് സമ്പാദിക്കുന്നത്, അത് സകല സമ്പാദ്യത്തേക്കാൾ, മോശപ്പെട്ട സമ്പാദ്യങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായതാണത്. എന്നിട്ട് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൽ ചില ആളുകളുണ്ട്, കതബൂ ബി ഐദീഹിം, അവർ അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കും ചില കാര്യങ്ങൾ. വഖാലു ഹാദാ ഖൈറും മിമ്മാ ഇൻദല്ലാഹ്, അള്ളാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആനിനേക്കാൾ ഖൈറാണ് ഇത് എന്നവർ പറയും. അഊദു ബില്ലാഹ്. കതബൂ കുതുബൻ സമ്മൂനഹാ അൽ കിതാബുൽ അഖ്ളർ, കിതാബുൽ അഖ്ളർ എന്ന് പേരിട്ടുകൊണ്ട് ചില കിതാബുകൾ അവർ എഴുതി. നമ്മുടെ ആളുകളുണ്ട് ധാരാളം കിതാബുകൾ, ഇങ്ങനെ ഏടുകൾ എന്നുള്ള പേരിൽ 33, 100 വക, 333,000 വക, ഇങ്ങനെ ധാരാളം കിതാബുകളുണ്ട്. ഖുർആനിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ അവർ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഏടുകൾക്കാണ്.
ഇതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇമാം ഖുർത്തുബിയെ പോലുള്ളവർ അത് ശക്തമായി എതിർത്തിട്ടുണ്ട്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള അദ്കാറുകൾ ദുആകളെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് ഇമാം ഖുർത്തുബി അന്ന് കാലത്ത് ഇത് തുടങ്ങിയപ്പോൾ ഇത് ശൈത്താനിന്റെ വലയാണ്, കെണിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അഹ്ലുസുന്നയെ. അപ്പോ അവരങ്ങനെ പേരിടും. അതുപോലെ ചില എന്തിനെ കുറിച്ച് സ്വലാത്തുൽ ഫാത്തിഹ നമ്മുടെ നാടുകളിൽ വ്യാജമായി വളരെ വ്യാപകമാകുന്നുണ്ട്. ഇതിനെക്കുറിച്ചും ഇമാം ഉസൈമീൻ പറയുന്നുണ്ട്. എന്നിട്ടത് ഖുർആനിന്റെ ഒരായത്തിന് 600 ഇരട്ടി പ്രതിഫലം ഇതിനുണ്ട് എന്ന് വരെയും ചില ആളുകൾ പറയുന്നുണ്ട്. ഇത് അപകടം പിടിച്ച. എന്നിട്ട് ഷേഖ് അവറുകൾ പറയാണ്, സ്വാറു അഖ്ബത മിൻ ഹഉലൈൽ യഹൂദ്, ജൂതന്മാർ ചെയ്തതിനേക്കാളും അതികഠിനമായ രീതിയിൽ ഇവർ എന്തിരിക്കണം, ഖബീസുകളായിരിക്കുകയാണ്, മാലിന്യമുള്ളവരായിരിക്കുകയാണ്. ഖുർആനിനെയും സുന്നത്തിനെയും ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല, ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. അള്ളാഹു ഇറക്കിയതാണ് ഏറ്റവും ഖൈറായത്, അള്ളാഹു പഠിപ്പിച്ചതാണ് ഏറ്റവും നല്ലത്. എത്രയോ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ദീൻ, നമ്മുടെ ദുനിയാവ്, അതിൽ പ്രയാസങ്ങൾ മറികടക്കാൻ, ആഖിറത്തിൽ രക്ഷകൾ നേടാൻ എത്രയോ കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മാറ്റി നിർത്തുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വേറെ പലതിലേക്കും പോകുന്നു. അള്ളാഹു ഇങ്ങനെയുള്ള ഫിത്നകളിൽ നിന്ന് നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ, പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.